ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു വിഷു തലേന്നാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 6:45 എപ്പോഴാട്ടോ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിഷുക്കോടി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സെറ്റ് മുണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴാണ് എന്നോട് റെഡി ആവാൻ പറഞ്ഞത്. അത് 3:45 എണീറ്റുകൊണ്ട് എനിക്ക് റെഡി ആവാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അതിൽ ഏതെടുക്കണം, അതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സെറ്റ് മുണ്ട് ബ്ലൗസ് തയ്ച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ വിചാരിച്ച് രാത്രി സെറ്റാക്കിയിട്ടാണ് കിടന്ന് ഉറങ്ങിയത്. പക്ഷേ രാവിലെ എനിക്ക് കുറച്ച് ലേറ്റായി. പിന്നെ ഇത് എനിക്ക് ഉടുക്കാനറിയില്ല. ധാവണയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് സെറ്റായേനെ. സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊന്നും എനിക്ക് ഉടുക്കാനറിയില്ല. അതൊക്കെ അമ്മ തന്നെ എടുത്ത് തരണം. അപ്പോൾ രാവിലെ ലേറ്റ് ആയതുകൊണ്ട് അത് ഉടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു ചിയാ സീഡ് സോക്ക് ചെയ്ത വെള്ളം ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ രാവിലെ. അതും കുടിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല, നല്ല തിരക്കായിരുന്നു. അങ്ങനെ അമ്പലത്തിലെത്തിയതിന് ശേഷം വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ ഉപ്പുമാവായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉപ്പുമാവ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചില ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫോൺ എടുക്കാൻ മറന്നു പോയിട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിച്ചിട്ട് അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെട്ടെന്നുള്ള ഒരു ധൃതിയിൽ ഞാൻ ഫോൺ എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ ഭയങ്കര ചൂടാണ്, പോയി വന്നപ്പോൾ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തിരി മുന്തിരി ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മുന്തിരി ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൈലാഞ്ചി പറിക്കാനാട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് മൈലാഞ്ചി ചെടി പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടോ. ഇതൊന്ന് ഓരോ ഇല ഇങ്ങനെ പെറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇരുന്നിട്ടാണ് പെറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹം വിഷുവിനൊരു മൈലാഞ്ചൊക്കെ ഇട്ട് സെറ്റാക്കിയാലോ എന്നുള്ളത്. അങ്ങനെ നമ്മളത് അരച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിലാണ് കേട്ടോ അരച്ചെടുത്തത്. അമ്മയും അരച്ചാൽ ഞാൻ ചെയ്താൽ കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് അരച്ച്. അതിന് ശേഷം ഞാൻ ലഞ്ച് കഴിച്ചു കേട്ടോ. എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ മോരും അതേപോലെ തന്നെ മീൻ വറുത്തതും അച്ചാറാണ് കൂട്ടി കഴിച്ചത്. പിന്നെ കുറച്ച് നേരം കിടന്ന് തുടങ്ങിയിട്ട് ഒരു 5 മണി ആകുമ്പോഴാട്ടോ എണീറ്റ്. എന്നിട്ട് ഈ പഴം കഴിച്ചിട്ട് നേരെ നമ്മൾ മുല്ലപ്പൂ കോർക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടാണ് നമ്മുടെ കണി വയ്ക്കുമ്പോൾ കൃഷ്ണന് ചാർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുല്ലപ്പൂ മുട്ട എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുല്ലപ്പൂ മാല കോർക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് കെട്ടുന്നത്. അതുകൊണ്ട് തന്നെ 2-3 വട്ടം ഞാൻ കെട്ടി ട്രയൽ ചെയ്തിട്ടാണ് ഞാൻ പിന്നൊന്ന് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ സമയം എടുത്തു കേട്ടോ. പിന്നെ ബാക്കി ആ രാത്രിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ ട്രയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ചെയ്തപ്പോൾ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. അതിനുശേഷം നമ്മുടെ പൂജാ ഹോമം ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോയിട്ടോ. അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലത്തെ സൗണ്ട് ഇഗ്നോർ ചെയ്യണേ. ഇനി രാവിലെയാണ് വോയിസ് കൊടുക്കുന്നത്, വിഷുവിൻ്റെ രാവിലെ കണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പടക്കമൊക്കെ പൊട്ടിച്ചിട്ട്. അപ്പോൾ നല്ല കോഴിയുടെ കുക്കലൊക്കെ കേൾക്കാം നിങ്ങൾക്ക്. സോ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയി കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. എന്നുവെച്ചാൽ എല്ലാം നമ്മൾ എടുത്ത് മാറ്റി പിന്നെ നമുക്ക് കണി വയ്ക്കാനുള്ള കൃഷ്ണനൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ച് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കണി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊന്നപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കോർക്കല്ല, അതവിടെ തൂക്കിയിട്ട് സെറ്റാക്കി. പിന്നെ നമ്മൾക്ക് മയിൽപ്പീലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെ തന്നെ നമുക്ക് നമ്മുടെ എസ്റ്റേറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. കാരണം മയിൽ വരാറുണ്ട്. സോ അപ്പോൾ കാലങ്ങളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, കുറച്ച് കാലങ്ങളല്ലാത്തത് കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മയിൽപ്പീലിയാണ്, ഒറിജിനലാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ വെച്ച് കൊടുത്ത് സെറ്റാക്കി. അതാണ് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റാത്ത. അപ്പോൾ ഞാൻ ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതേപോലെ വെച്ച് കൊടുത്ത് കണി ഏകദേശം സെറ്റാക്കി കേട്ടോ. ബാക്കി അമ്മ സെറ്റാക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നറിന് പൂരി ചിക്കൻ കറിയാണ്. അത് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പടക്കം പൊട്ടിക്കാനാണ്. ഇപ്രാവശ്യം പടക്കം പൊട്ടിക്കിട്ട് അത്രയും നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒന്നുമില്ല, അടുത്ത സമയത്ത് വീഡിയോ എടുക്കണം എന്നുള്ളത് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചക്രവും ഇതും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ അടുത്തുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.
എന്താ പറയുക, ഈ പ്രാവശ്യത്തെ വിഷു തലേന്നൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ കുട്ടികളും എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ ഒന്നുകൂടി അടിപൊളിയാവുക. അപ്പോൾ നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ പോണ മുമ്പ് ഒന്ന് മൈലാഞ്ചി ഇട്ടു. ഇത് മൈലാഞ്ചി ഇട്ട് എഡിറ്റ് ചെയ്ത് സെറ്റായിട്ടാണ് കേട്ടോ ഞാൻ കിടന്ന് ഉറങ്ങിയത്. പിന്നെ വോയിസ് ഓവർ ഞാൻ രാവിലെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.